ആംസ്റ്റർഡാമിലെ ചുവന്ന നിയോൺ ലൈറ്റ് പതിച്ച കനാലിന് ഇരുവശത്തുമുള്ള റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലൂടെയുള്ള രാത്രി നടത്തം അത് ഓരോ വിനോദസഞ്ചാരികളെയും അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതാണ്. രാത്രി ജീവിതം ആസ്വദിക്കുന്നവർക്കായുള്ള സ്ഥലമെന്നാണ് ആംസ്റ്റർഡാമിലെ റെഡ് ലൈറ്റ് സ്ട്രീറ്റുകളെ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് ഈ റെഡ് ലൈറ്റ് തെരുവ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ടൂറിസ്റ്റുകൾ നിറയുന്ന ഇടമാണ്. ഉന്മാദ ലഹരികളുടെ നഗരം. ആൺപെൺ ലൈംഗിക തൊഴിൽ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിൽ നിയമപരമാണ്. ലൈംഗിക തൊഴിലാളികൾക്കും മറ്റേതൊരു തൊഴിലും ലഭിക്കുന്നത് പോലെ തുല്യമായ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ സ്ട്രീറ്റിൻ്റെ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ റെഡ് ലൈറ്റ് സീക്രട്സ് എന്ന പേരിലുള്ള ഒരു മ്യൂസിയവും ഗ്ലാസ് ക്യൂബിക്കുകളിൽ സുന്ദരികളായ പെൺകുട്ടികളെയും കാണാൻ കഴിയും. അവിടുത്തെ സർക്കാർ അവർക്ക് വരുമാനം പ്രഖ്യാപിക്കുകയും ലൈംഗിക തൊഴിലാളികൾ നികുതി അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. തദ്ദേശീയർക്ക് പുറമെ കിഴക്കൻ യൂറോപ്പിൽ നിന്നും ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുമുള്ള 25,000-ഓളം ലൈംഗിക തൊഴിലാളികൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ആംസ്റ്റർഡാമിൽ 3 വ്യത്യസ്ത റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റുകളാണ് ഉള്ളത്. സിറ്റി സെൻറ്ററിനുള്ളിലുള്ള ഡീവാലൻ റെഡ് ലൈറ്റ് നഗരമാണ് ഏറ്റവും പ്രസിദ്ധമായത്. നൂറുകണക്കിന് ലൈംഗിക തൊഴിലാളികൾ ഡീവാലനിൽ കഴിച്ചുകൂട്ടുന്നുണ്ട്. ഇടപാടുകാരെ ആകർഷിക്കാൻ തെരുവോരത്തെ ചില്ലുകൂടിനുള്ളിൽ സ്ത്രീകൾ ഒരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് റെഡ് ലൈറ്റ് സ്ട്രീറ്റിൽ കൂടി നടന്നു നീങ്ങുമ്പോൾ കാണാൻ കഴിയുക. സെക്സ് ഷോപ്പുകൾ, സെക്സ് തിയേറ്ററുകൾ, പീപ്പ് ഷോകൾ, സെക്സ് മ്യൂസിയം, കഞ്ചാവ് മ്യൂസിയം, കഞ്ചാവ് വിൽക്കപ്പെടുന്ന കോഫി ഷോപ്പുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റുകൾ. ലഹരി വസ്തുക്കളായ കഞ്ചാവും ഹാഷിഷും മരിജുവാനയും ഒക്കെ വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും ഇവിടെ നിയമവിധേയമാണ്. ഇവിടുത്തെ കോഫി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇവയെല്ലാം സുലഭമാണ്. ഇതിനെ ഒരു ടൂറിസം സാധ്യതയായാണ് ആംസ്റ്റർഡാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പോലീസുകാരും സ്വകാര്യ അംഗരക്ഷകരും എപ്പോഴും ഡ്യൂട്ടിയിലുള്ള സുരക്ഷിത മേഖലയാണിത്. രാത്രി 11 മണിയോടെയാണ് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റുകൾ ഉണരുന്നതെന്ന് പറയാം. കനാലിന് ഇരുവശത്തെയും ബിൽഡിങ്ങുകളിലെ ചുവന്ന നിയോൺ ലൈറ്റുകൾ കനാലിനെ പ്രകാശഭരിതമാക്കും. വെളുപ്പിന് 3 മണിയോടെയായിരിക്കും വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടുന്നതും തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് തെരുവുകൾ ശൂന്യമാകുന്നതും. ഡിസ്ട്രിക്റ്റിലെ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾക്ക് അവർക്കിഷ്ടമല്ലെങ്കിൽ ചില ലൈംഗിക പ്രവർത്തനങ്ങൾ നിരസിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതുപോലെ അവർക്ക് തങ്ങളുടെ വില നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യമുള്ളതിനാൽ വിലകൾ ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. പരസ്പരം ബഹുമാനം ഉറപ്പാക്കേണ്ടത് ഇവിടെ അത്യാവശ്യമാണ്. അവരോട് അടിമകളോടെന്ന പോലെ പെരുമാറിയാലോ ഉപദ്രവിച്ചാലോ അത് ബലാത്സംഗമായി കണക്കാക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. കനാലിന് ഇരുവശത്തുമുള്ള ബിൽഡിങ്ങുകളിലെ ചില്ലുകൂടുകളുള്ള ഷോപ്പുകളിൽ റെഡ് നിയോൺ ലൈറ്റ് കത്തിക്കിടക്കുകയാണെങ്കിൽ ലൈംഗിക തൊഴിലാളി ലഭ്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ ചുവന്ന നിയോൺ ലൈറ്റ് കത്തിക്കിടക്കുന്ന ഷോപ്പിൻ്റെ വിൻഡോയിൽ ആളുണ്ടായിരിക്കും. ലൈംഗിക തൊഴിലാളികളുടെ സേവനം ആവശ്യമാണെങ്കിൽ ജനലിനരികിലേക്ക് ചെന്ന് താല്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കാം. ജനലിന് പിന്നിലുള്ള വ്യക്തിയോട് മാന്യതയോടെയും ബഹുമാനത്തോടെയുമാണ് പെരുമാറേണ്ടത്. എന്നാൽ അവർക്കരികിലേക്ക് എത്തുന്നവരെ നിരസിക്കാനുള്ള അവകാശവും അവർക്കുണ്ട്. ലൈംഗിക തൊഴിലാളികൾക്ക് ഉപഭോക്താവിൻ്റെ ആഗ്രഹമനുസരിച്ച് സ്വന്തം വില നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എങ്ങനെയാണ് ആംസ്റ്റർഡാം വേശ്യാവൃത്തിയുടെ കേന്ദ്രമായത് എന്നതിനു പിന്നിലും ചെറിയൊരു കഥയുണ്ട്. യൂറോപ്പിലെ പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ആംസ്റ്റർഡാം. ഒരു തുറമുഖ നഗരമായതിനാൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ഇത് നഗരത്തിൽ വേശ്യാവൃത്തിയുടെ ആവിർഭാവത്തിന് കാരണമായെന്നാണ് പറയുന്നത്. റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിൽ ചില നിയമങ്ങളും നിലനിൽക്കുന്നുണ്ട്. ലൈംഗിക തൊഴിലാളികളുടെ ഫോട്ടോകൾ അവരുടെ വാതിലിന് പുറത്തു നിന്നോ ഉള്ളിൽ നിന്നോ എടുക്കാൻ പാടില്ല. ഇത് ഡിസ്ട്രിക്റ്റുകളിൽ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ സേവനം ആവശ്യമില്ലെങ്കിൽ അവരെ മറ്റൊരു രീതിയിൽ നോക്കുകയോ ആംഗ്യങ്ങൾ കാണിക്കുകയോ ചെയ്യരുത്. അവർക്ക് ബഹുമാനം നൽകേണ്ടത് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. താല്പര്യമില്ലാത്തവർ അവരോട് അനാവശ്യമായി സംസാരിച്ച് അവരുടെ സമയം പാഴാക്കരുതെന്നും പറയുന്നുണ്ട്. പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കാനും പാടില്ല. എന്നാൽ റെസ്റ്റോറൻറ്റിലോ പബ്ബിലോ ഇരുന്ന് മദ്യം കഴിക്കാം. അവിടങ്ങളിൽ നിന്നും മദ്യം വാങ്ങി തെരുവിലിരുന്ന് കുടിക്കാനും അനുവാദമില്ല. കോഫി ഷോപ്പുകളിൽ കഞ്ചാവ് ഉപയോഗിക്കാം. എന്നാൽ അത് പൊതുസ്ഥലത്ത് പാടില്ല. ആംസ്റ്റർഡാമിലെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് കുപ്രസിദ്ധമായ വിനോദസഞ്ചാര ആകർഷണം എന്നതിലുപരി
ഡച്ച് സമൂഹത്തിൻ്റെ സങ്കീർണതകളെ പ്രതിഫലിപ്പിക്കുന്ന ചരിത്രപരവും സാംസ്കാരികവുമായ ഒരു പ്രതിഭാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആംസ്റ്റർഡാമിൻ്റെ കഥയിൽ അതിൻ്റെ സ്ഥാനം നിഷേധിക്കാനാവാത്തതുമാണ്.